ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. സാന്ത്വനം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമവും നടത്തി. സാന്ത്വനം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മട്ടാഞ്ചേരി മാളിയേക്കൽ ഓഡിറ്റോറിയത്തിൽ ഇഫ്താർ വിരുന്നും സൗഹൃദ സംഗമവും നടത്തി. ഈ കുടുംബം എന്റെ ലോകം എന്ന കുടുംബ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ സാന്ത്വനം ഗ്രൂപ്പിനു വേണ്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫിൽ നിന്നും CPM ജില്ലാ കമ്മിറ്റി അംഗം KM റിയാദ് ഏറ്റുവാങ്ങി. ഒരു പ്രവർത്തനവും ഒരു കൂട്ടായ്മയാണ് ഒരു ഭാഗമാണ്. വെറുതെ വാട്സപ്പിലേക്ക് സമീപിക്കുന്നത് സമൂഹത്തിന് പ്രയോജനപ്പെടുക. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളതാണ് നമ്മുടെ ജീവിത പ്രയാസങ്ങൾ നേരിടുന്നത്. ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസവും പകർന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മ സാധനം അതിലിപ്പോൾ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി കൗൺസിലർമാരായ ഷീബാലാൽ, ഷീബ ഡുറോം, അഭിലാഷ് K. മനാഫ്, തമ്പി സുബ്രഹ്മണ്യം എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു. നമ്മുടെ കൊച്ചിയുടെ സൗഹൃദങ്ങൾ ഒന്നുകൂടി ഉപയോഗിപ്പിക്കാനും ഒത്തിരിയേറെ സാന്ത്വന പ്രവൃത്തികളാണ് ഈ ഒരു സംഘടന വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു ഒരു ധനസഹായം കൈമാറുന്നതും രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്നത്. നമ്മളെ മക്കളെ കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം നമ്മളെ കുടുംബം നശിപ്പിക്കാനായിട്ടൊരു സമൂഹത്തിലൊരു വിഭാഗം തയ്യാറായി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും എന്താ ചെയ്യുന്നത്? തീർച്ചയായും നമ്മളെ പ്രതിരോധിക്കും. ഇത് എപ്പോഴാണ് ഓരോ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം. ജാതി മതഭേദമന്യേ സാന്ത്വനം കുടുംബത്തിലെ 500ഓളം പേർ പുണ്യമാസരാവിൽ ഒത്തുചേർന്നപ്പോൾ സ്നേഹാനുഭൂതിയുടെ റമദാൻ നിലാവ് പരന്നൊഴുകി. പുതുതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി വിപത്തിന്റെ ബീഭത്സതയെ ഓർമ്മിപ്പിച്ച് മുൻ കൗൺസിലർ സാബു അലി ലഹരി വിരുദ്ധ സന്ദേശ പ്രഭാഷണം നടത്തി. മൗലവി ഇജാസ് അഹമ്മദ് മഗ്രിബി ബാങ്കിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. സമദ് ബാവ, റോഷൻ ജോൺ, KJ ആന്റണി, അൻസാർ കൊച്ചി എന്നിവർ സംസാരിച്ചു. അതിനപ്പുറം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നത്തിൽ സാന്ത്വനം നൽകിക്കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.